ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ആക്ച്വലി ഞാൻ ഇപ്രാവശ്യം ഞാൻ മീൻ കറി വെക്കാൻ വേണ്ടി ചട്ടെടുത്തിട്ട് പോവല്ല ഗൈസ്. അപ്പം ഈ ചട്ടിയും കാലമായിട്ടൊരു ബന്ധമില്ലാത്ത വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ബട്ട് ഞാൻ എന്തിനാണ് ചട്ടിയും കാലം? ഇതിനുള്ള ഒരു പഴമാണ് ഗൈസ്. പഴങ്ങളുണ്ട്, നല്ല കുഞ്ഞി പഴങ്ങളാണ് ഗൈസ്. പഴങ്ങൾ ഇത് കണ്ടിട്ട് അസുഖം പിടിച്ച പഴങ്ങളൊന്നുമല്ല, നല്ല പഴം. അപ്പോൾ ഈ പഴം പിടിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞല്ല, കാരണം വളരെ ഹെൽത്തിയാണ്. ഇപ്പം നല്ല ചൂടാണ്, നല്ല വേനൽക്കാല ഇതിൻ്റെ നല്ല തീക്ഷ്ണതയിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ആവാക്കാതൊന്നും യോജിച്ചത് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കണം. ഫ്രൂട്ട്സ് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ പഴം ഇസ് വെരി 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 ഹെൽത്തി, വെരി ബെസ്റ്റ്. ആൾക്കും നല്ലതാണ്. അപ്പം ഉഷാറാവട്ടെ. അത് ചൂടുണ്ട്, നന്നായി വെള്ളം കുടിക്കുക, വെള്ളം വെച്ചിട്ട് ഉഷാറാവുക. അപ്പം നമ്മുടെ കണ്ടൻറ്റൊക്കെ ഒന്നുമില്ല, ഇത് പറഞ്ഞു മാത്രം. ഓക്കെ, ഞാൻ കുറച്ച് മോട്ടിവേഷൻ കൂടെ തരാമെന്ന് വെച്ചാൽ നമ്മൾ തിന്നാൻ പാടുന്നു. അപ്പോൾ ഞാൻ തിന്നാൻ കൊടുക്കുമ്പോൾ എന്നൊക്കെ പറയണ്ടേ, അതാണ്. എന്നെപ്പോലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം, ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തിന്നുകൊണ്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ ആക്ച്വലി ഇന്നലെ ഞാനിട്ട് വീടിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ആക്ച്വലി വന്നിട്ടുള്ളത്. അതുകൊണ്ട് കയറുകൊണ്ട് തന്നെ വന്നത്. പക്ഷെ നോക്കുമ്പോൾ കുറച്ച് ആക്ച്വലി നല്ല വീട് മൊത്തം എടുത്തിരുന്നു. പക്ഷെ അത് ഞാൻ നോക്കുമ്പോൾ കുറച്ച് എനിക്ക് കുറേ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ കുറച്ചും കൂടി ഓക്കെ ഒന്ന് ചെയ്യാൻ ലൈക്ക് സെക്കൻഡ് പാർട്ട് ഒരു പുതിയ വീഡിയോ ആയിട്ട് തന്നെ എടുക്കാൻ വെച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് രാവിലെ കുറച്ച് വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നേരത്തെ അല്ല ഇരുട്ടത്തുള്ള അവസ്ഥ വേണ്ട. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ വേറെ സംഭവം വിചാരിച്ചു. ഇന്നലെ ഞാൻ ഓർഡർ +1 +2 എന്നൊക്കെ പറഞ്ഞു. ഇന്ന് നമുക്ക് റാൻഡമായിട്ട് എടുത്തിട്ട് നോക്കാൻ വെച്ചു. അത് വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ രസമായിരിക്കും എന്ന് വിചാരിച്ചു. ഓക്കെ, എൻ്റെ കയ്യിൽ ഏത് വരുന്നു തലതിന് ഇതാണ് എനിക്ക് കിട്ടിയത്. ഇതെന്താണ്? സ്പാർക്ലിംഗ് ചിൽഡ്രൻസ് ഡേ. ചിൽഡ്രൻസ് ഡേക്ക് എനിക്ക് മേരാ ആ ടൈമിലെ ഫ്രണ്ട്, ഒരു എനിക്ക് തോന്നുന്നു ഒരു 6th ആ റേഞ്ചൊക്കെ തോന്നുന്നുണ്ട്. ആ ക്ലാസ്സിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ദിയ, ദിശ, 2 പേരുണ്ടായിരുന്നു. അതിനകത്ത് ദിയ തന്നതാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് സാധനം ഇതാണ് സ്പാർക്ലിംഗ് ചിൽഡ്രൻസ് ഡേക്ക് വേണ്ടിയിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ചിൽഡ്രൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണ്ട് ഗിഫ്റ്റ് ചെയ്യുന്നു. CBSE സ്കൂളിൽ മാത്രമുള്ള പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളിങ്ങനെ കുറേ കാർഡുകളൊക്കെ വെറുതെ എന്തെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും എന്താണെങ്കിലും എഴുതി കൊടുക്കുന്ന ഒരു ടൈമിൽ ശീലം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങളെല്ലാം സ്ഥിരം ഡയലോഗാണ് പറഞ്ഞാൽ ഹൗ ആർ യു മൈ ഡിയർ ഫ്രണ്ട്, ഐ തിങ്ക് യു ആർ ഫൈൻ വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇത് ഞങ്ങളുടെ സ്ഥിരം എല്ലാ പരിപാടിക്കും ഫസ്റ്റ് ഞങ്ങൾ എഴുതി വെക്കുന്ന സാധനം. ഐ വിഷ് യു എ ഹാപ്പി ചിൽഡ്രൻസ് ഡേ, ബി ഹാപ്പി, ചിയർഫുൾ ടു യുവർ ഡേ. ഗൈസ് ലുക്ക് അറ്റ് ദിസ്, ഐ ലവ് ദിസ് സോ മച്ച്. അപ്പം അങ്ങനെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വിഷായിട്ട് എനിക്ക് തന്നെയാണ്. ആക്ച്വലി ഇത് ഇവർ ട്വിൻസ് ദിയ, ദിശ. അപ്പം അവരിപ്പം നിലവിൽ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആ ഒരു ടൈമിൽ ഞങ്ങൾ ഭയങ്കര അടിപൊളിയായിരുന്നു. അവർ കണ്ണിമാങ്ങ കൊണ്ടിട്ടു. കണ്ണിമാങ്ങ കൊണ്ടുവന്നിട്ട് നമ്മൾ കണ്ണിമാങ്ങ മുറിച്ച് തിന്നുക. കണ്ണിമാങ്ങ ഞാനല്ലോ കൊണ്ടുപോകുക. എന്തായാലും അമ്മ വിളിച്ചേ ഗൈസ്. ഞാൻ നല്ല കുട്ടിയായിട്ട് വീട്ടിൽ എടുക്കുന്നുണ്ടല്ലോ ഏതോ എന്ന് വിളിച്ചു. പിന്നെ ഞാൻ പോയി വേണ്ടിക്കാൻ പറ്റില്ലല്ലോ, അതാണ് ഗൈസ്. അപ്പം അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ കണ്ണിങ്ങൾ നമ്മൾ LKG തൊട്ട് ഒരേ സ്കൂളിലായിരുന്നു. LKGയിലൊക്കെ പഠിക്കുമ്പോൾ ഐശ്വര്യം ഉണ്ടെങ്കിൽ ഓർമ്മയുണ്ട്. ഇങ്ങനെ കണ്ണിമാങ്ങ കൊണ്ടുപോട്ടോ, എന്നിട്ട് കണ്ണിമാങ്ങ ഇങ്ങനെ മുറിക്കും. നമ്മളിങ്ങനെ കുഞ്ഞു പീസാക്കിയിട്ട് നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ സ്കൂളിൻ്റെ അവിടെ ഇരിക്കാൻ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ ഇങ്ങനെ ഇരുന്ന് താഴെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ KG സെക്ഷനിൽ. അവിടെ ഇരുന്ന് ഇങ്ങനെ നീളത്തിൽ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞി പീസായിട്ട് അങ്ങനെ വയ്ക്കുക. എന്നിട്ട് കാണുമ്പോൾ ഇങ്ങനെ ഒരു എൻ്റെ കുരു ഉണ്ടാവില്ല, അങ്ങനെ പറയണ്ട വെച്ചിട്ടാ മാങ്ങണ്ടി ഉണ്ടാവില്ല. അതുവരെ ഞങ്ങൾ കുഞ്ഞു മുറിച്ച് അത് വരും എത്തുന്നത്. അപ്പോൾ ഉപ്പിലിട്ടാണല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത്രയ്ക്ക് ദരിദ്രവാസികളല്ല, പക്ഷെ അങ്ങനെ എത്ര നമ്മൾ കഴിച്ച് അത്രയും ഷെയറിങ് മെൻറ്റാലിറ്റിയുള്ള മക്കളാണ് ഞങ്ങൾ. എന്തിനായിട്ടൊക്കെ ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടത്തിൽ അന്നേ ഉണ്ടായിരുന്ന കൊച്ചാണ് ദിയ. ഇതിനകത്ത് ദിയ തന്നെയാണ് ഈ ഒരു സാധനം. എപ്പോഴും എൻ്റെ കൂടെ മെമ്മറീസ് ബ്രിങ് ബാക്ക് മെമ്മറീസ്. യെസ്. ആൻഡ് ബാക്കി നെക്സ്റ്റ് അബ്രാക്കഡബ്ര എന്ന് കേൾക്കുന്നു. ഇത് വീട്ടിൽ ദിയ, ഇന്നത്തെ ദിയ ആണല്ലോ. ആ ഒരു ടൈമിൽ ഞങ്ങൾ ഭയങ്കര ക്ലോസ്, അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ കമ്പനി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു
ഇടയ്ക്ക് എപ്പോഴെങ്കിലും കാണും പരിപാടീസിനൊക്കെ. ഞങ്ങൾ അവൾ ജെയിംസിൻ്റെ ആയതുകൊണ്ട് പുളിയർമേലെ അമ്പലത്തിലൊക്കെ വെച്ചിട്ട് അങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, വലിയ ഫംഗ്ഷൻ വെച്ചിട്ടൊക്കെ. അല്ലാണ്ട് അങ്ങനെ കാണലിപ്പില്ല. ആൻഡ് ഇതും ദിയ തന്നതായിരുന്നു. ഇതിൻ്റെ പുറകിലെ കഥ വന്നിട്ട് ഞങ്ങൾക്ക് ഇതുണ്ട് കേട്ടോ, എന്താണ് ക്രാഫ്റ്റ് പഠിപ്പിക്കുന്ന ഒരു സാധനം, തേർഡ് പീരീഡ്. അപ്പോൾ ആ ക്രാഫ്റ്റിൻ്റെ പീരീഡ് വന്നിട്ട് ഇങ്ങനെ കുറേ നമ്മളിങ്ങനെ ആ ഒരു ടൈമിൽ ഇങ്ങനെ പേപ്പറൊക്കെ കൊണ്ട് കളർ പേപ്പർ വെട്ടി ഓരോന്നുണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ സാധനം ബാക്കി വരില്ലേ, ആ വേസ്റ്റ് കൊണ്ട് എനിക്കൊരു ബുക്ക് പോലെ ഉണ്ടാക്കി തന്നെ. നിങ്ങൾ കണ്ടോ? ബുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പൂ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഹാപ്പി ഡേ എന്നൊരു സ്മൈലി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഇങ്ങനെ കുറച്ച് ഹാർട്ട് സാധനങ്ങളൊക്കെ. അതിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട് ദിയ എസ് ജെയിൻ. കണ്ടോ നിങ്ങൾ? ഇത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് തിരിഞ്ഞിട്ടായിരിക്കും, ഉൾട്ടായിട്ടായിരിക്കും കാണാൻ. അപ്പോൾ ഹാപ്പി ഡേ, ഹാപ്പി ബർത്ത്ഡേ അറിഞ്ഞൂടാ എന്തിവിടെ എഴുതിയില്ല, പക്ഷെ മനസ്സിലാവില്ല. ഹാപ്പി ബർത്ത്ഡേ ഓൺ July 20 അങ്ങനെ വരെ എഴുതിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ആ ഒരു ഏജിൽ നമ്മൾ ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങൾ, മെമ്മറീസ് അടിപൊളിയാണ്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത് എന്താ ധാരാണ് കേസി കുട്ടി. എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ ഞങ്ങൾക്ക് കുട്ടീനെ? ഞാനാണ് കേസിത്, ഞാനാണ്. എൻ്റെ എത്രാം ക്ലാസ്സിലാണ്? 4ാം ക്ലാസ്. 4ാം ക്ലാസ്സിൽ ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. ഹെയർ ബാൻഡ് വേണം, ഏകദേശം ഇങ്ങനെ തന്നെയാണ്. കുറച്ചുകൂടെ ഇതിപ്പോൾ നിൽക്കുന്നില്ല, നമ്മളിങ്ങനെ സൈഡ് വലിച്ചിട്ടെടുക്കില്ലേ, സൈഡ് വലിച്ചിട്ടെടുക്കുന്നത് ആക്കിയിട്ട് അക്കോട്ടാക്കി ഹെയർ ബാൻഡൊക്കെ ഇട്ടിട്ട് ഇരിക്കുക. കണ്ടോ ഞങ്ങൾ രണ്ടാരും അത് കാണിച്ചില്ല. അയ്യോ രസമായിരുന്നു. എന്നൊക്കെ എന്തായിരുന്നല്ലേ, എന്നെ നമുക്ക് അന്ന് ചബ്ബിയല്ലേ, ഒന്നും വലിയ വ്യത്യാസമില്ല. അന്നൊന്നൊക്കെ ഏകദേശം കണക്കന്നെ. എന്താ വെച്ചാൽ എനിക്ക് ബേസ് ആയ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ട്. എൻ്റെ മുടി തിരിച്ചിടട്ടെ ഞാൻ. ഹൈ. അപ്പം അങ്ങനെ അതാണത്. കുറേ ആദ്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ, കാരണം ID കാർഡ് ഫോട്ടോ, പക്ഷേ ID കാർഡ് വരെ എടുത്തൊക്കെ സൂപ്പർ എനിക്കുള്ളതുകൊണ്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ID കാർഡ്, കുറച്ച് ID കാർഡ്. അപ്പോൾ ID കാർഡ് നിർത്തി ചാൻസ് പോവാം. 5th പിന്നെ ഞങ്ങൾ 4ാം ക്ലാസ് കഴിഞ്ഞ് 4ാം ക്ലാസ് 5ാം ക്ലാസ് എത്തിയപ്പോൾ എനിക്കുണ്ടായ വ്യത്യാസം എന്താണ് കഴിച്ച്, മുടി കെട്ടാൻ മാത്രം മറ്റൊന്ന് അയച്ചിടായിരുന്നു, ഇപ്പോൾ കെട്ടി. പിന്നെന്താ കമ്മലിട്ടിട്ടുണ്ട്. പിന്നെന്താ ഞാൻ വലിയ വ്യത്യാസമില്ല, കുറച്ചും കൂടെ തടിച്ചു പോകുന്നുണ്ട്. എന്താ നിങ്ങൾ പറയും എന്താണ് വ്യത്യാസം? എനിക്ക് 4ാം ക്ലാസ്സിൽ കുറച്ചുകൂടി ക്യൂട്ടാൻ തോന്നുന്നുണ്ട്. അങ്ങനെ 4, 5 ഒക്കെ കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കുഞ്ഞായി ഗൈസ്. കുഞ്ഞി എനിക്ക് പണ്ട് ഭയങ്കര ഗൗരവം എന്നാ പണ്ടത് ഗൈസ്. അന്ന് അങ്ങനെയായിരുന്നു. ഇങ്ങനെ നേരത്തെ ഫോട്ടോയിൽ കണ്ടു നിങ്ങൾ ഇങ്ങനെ മോന്തി വീർപ്പിച്ച് എന്തിനാണോ അത്, ആരോടുള്ള ദേഷ്യമാണോ എന്തോ. പക്ഷേ ഞങ്ങൾ കൂട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ മുടി ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കന്ന് ഇത്രയില്ല മുടി, ബോയ് കട്ട് അങ്ങനെ. എനിക്ക് ഞാൻ പണ്ട് വീട്ടുകാരെ എന്നൊരു അങ്ങനെയൊക്കെ വളർത്തി വെച്ചിട്ടുണ്ട്. ഡയലോഗ്സ് കൊള്ളാം. അപ്പോൾ പിന്നെ ടെഡി കേസ്. അപ്പോൾ ആക്ച്വലി ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടില്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഈ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും എനിക്ക് ഇതാക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, കൊള്ളാക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. സോ ജസ്റ്റ് വി ക്യാൻ എൻഡ് ദ സെക്കൻഡ് പാർട്ട് ഹിയർ. തേർഡ് പാർട്ടിൽ നമുക്ക് ബാക്കി കാണാം. ഇനിയും ഒരുപാട് സാധനമുണ്ട്, കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇനി വരാൻ കിടക്കുന്നുണ്ട്. സോ പ്ലീസ് വെയിറ്റ് ആൻഡ് സീ ദ നെക്സ്റ്റ് പാർട്ട് ഓൾസോ. ഹിയർ ഐ എം ജസ്റ്റ് മൂവിങ്. ഇപ്പോൾ നമ്മൾ തൽക്കാലം നമുക്ക് നിർത്തുകയാണ്. അപ്പോൾ പോകുന്ന മുമ്പ് ഒന്നും കൂടെ പറയാം, പയം തിന്നാൻ മറക്കണ്ട, വളരെ ഹെൽത്തിയാണ്. ഈ ചാടി വന്നാണ്. ബൈ.